KMR ഏത് വേദിക്ക് മുന്നിലാണ്, കൂടെ ആരാണുള്ളത്? മൊത്തത്തിൽ ഇന്ന് മൂന്നാം ദിനം കലോത്സവത്തിന്റെ വൈബ് എങ്ങനെ പോകുന്നു? ആദ്യ 2 ദിവസത്തിന്റെ ക്ഷീണമുണ്ടോ? അതില്ല, ഞാനിപ്പോഴുള്ളത് ഒന്നാമത്തെ വേദി, നമുക്കെല്ലാം പ്രിയപ്പെട്ട വേദി. കാരണം നൃത്ത ഇനങ്ങളൊക്കെ നടക്കുന്നത് ഇവിടെയാണ്. ഇവിടെ ഇപ്പോൾ കുച്ചിപ്പുടി മത്സരം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ശബ്ദതാള കോലാഹലങ്ങൾ, അതിൻ്റെ ഒരു മാധുര്യമൊക്കെ നമുക്ക് ഇവിടെ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ ഒരു കൊച്ചുമിടുക്കിയുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് മത്സരങ്ങളുടെ വിശേഷങ്ങളിലേക്ക് വരാം. ആദ്യം ഈ കൊച്ചുമിടുക്കിയിലേക്ക്. മോളെ, എവിടുന്ന് വരുവാ? വയനാട്ടുകാരിയാണ്. വയനാട് എവിടെയാ? വയനാട് തരുവണ, മാനന്തവാടി സബ്ജില്ല. ഏതാ സ്കൂൾ? തരുവണ ജേജസ്. പിന്നെ എന്താ പേര്? മിൻഹ ഫാത്തിമ. മിൻഹ ഫാത്തിമ. ഒന്ന് ഇങ്ങോട്ട് വന്നോ കുറച്ച്. മിൻഹ ഫാത്തിമ ഏതൊക്കെ ഇനത്തിലാ മത്സരം? അറബിക് ക്വിസും പദ്യം ചൊല്ലൽ, അറബി ജനറൽ. അറബിക്ക് ഉറുദു പദ്യം ചൊല്ലൽ അല്ലേ? അറബി പദ്യം ചൊല്ലൽ ജനറൽ ആയിട്ടാണ് അല്ലേ? അപ്പൊ 2ലും എ ഗ്രേഡ് കിട്ടിയോ? എത്ര വർഷമായി ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്? വയനാട് നിന്ന് നേരെ ചുരമിറങ്ങി തിരുവനന്തപുരത്തേക്ക് വന്നതാണ്. തരുവണയിൽ നിന്നും മിൻഹ ഫാത്തിമ. 2 ഇനത്തിലാണ് മത്സരിച്ച 2 ഇനത്തിലും എ ഗ്രേഡ് നേടിയ കൊച്ചുമിടുക്കിയാണ്. ഇപ്പോ മിൻഹ ഫാത്തിമയുടെ കൂടെ ഉപ്പയുമ്മയാണ് ഉള്ളത് അല്ലേ? ഉപ്പ മാഷാണോ? ജീവനക്കാരനാണ്. കുപ്പാടത്തറ വില്ലേജ് ഓഫീസിലെ ജീവനക്കാരനാണ്. ഉമ്മ ടീച്ചറാണ്. അതെ, ഉമ്മയുടെ കൂടെയാണ് ആദ്യം വന്നത് അല്ലേ? സാറുണ്ട് ഇവിടെ വേറെ. പിന്നെ മറ്റൊരു കാര്യം, നമുക്ക് വേണ്ടി ഒരു പദ്യം ആയാലോ? 2 വരി. فلسطيننا يا بلد الحبيب أراك حزينة مليئة الدموع لقد كنت موطن طفول نضارا وناس يعيشون مع الحب دوما. ഇതിന്റെ അർത്ഥം എന്താ? ഇത് ഫലസ്തീനെ കുറിച്ചിട്ടുള്ള പാട്ടാണ്. ഫലസ്തീനിൽ ആടെ കുട്ടികൾ അനുഭവിക്കുന്ന യാതനകളൊക്കെ പറയുന്ന ഒരു പദ്യമാണ്. തീർച്ചയായിട്ടും ഫലസ്തീനിൽ ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ അല്ലേ, അവര് ആരും തന്നെ ഈ യുദ്ധത്തിന് യഥാർത്ഥത്തിൽ ഇരകളാക്കപ്പെടേണ്ടവരല്ല എന്നുള്ളതാണ്. എവിടെയും യുദ്ധത്തിന്റെ ഇരകളായപ്പെടുന്നത് നിരപരാധികളായ കുട്ടികളും സ്ത്രീകളും ഒക്കെയാണ്. അതിനെതിരെയുള്ള ഒരു ശക്തമായ സന്ദേശമാണ് അല്ലേ? അത് തന്നെയാണ് ഈ കലോത്സവത്തിന്റെ ഒരു